കേന്ദ്ര സർക്കാർ നയങ്ങൾക്കെതിരെ പ്രതിപക്ഷ ട്രേഡ് യൂണിയനുകൾ ആഹ്വാനം ചെയ്ത 24 മണിക്കൂർ അഖിലേന്ത്യാ പണിമുടക്ക് ഇന്ന് അർദ്ധരാത്രി മുതൽ തുടങ്ങുകയാണ്. 25 കോടിയിലധികം പേർ പണിമുടക്കിൽ പങ്കെടുക്കുമെന്ന് തൊഴിലാളി സംഘടനകൾ പറയുന്നു. കോൺഗ്രസ് ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ തൊഴിലാളി വിരുദ്ധ നയം സ്വീകരിക്കുന്നുവെന്ന് CPIM ജനറൽ സെക്രട്ടറി MA ബേബി കുറ്റപ്പെടുത്തി. 10 ട്രേഡ് യൂണിയനുകളും വിവിധ മേഖലാ അസോസിയേഷനുകളും ഫെഡറേഷനുകളും ഉൾപ്പെട്ട സംയുക്ത സമരവേദിയാണ് നാളെ ദേശീയ പൊതുപണിമുടക്കിന് ആഹ്വാനം ചെയ്തിരിക്കുന്നത്. കേന്ദ്ര സർക്കാർ കൊണ്ടുവന്ന പുതിയ തൊഴിൽ ചട്ടങ്ങൾ പിൻവലിക്കുക, തൊഴിലാളികൾക്ക് മിനിമം വേതനം വർദ്ധിപ്പിക്കുക, എല്ലാ തൊഴിലാളികൾക്കും പെൻഷൻ ഉറപ്പാക്കുക, ഭരണഘടനാ മൂല്യങ്ങൾക്കെതിരായ അതിക്രമം അവസാനിപ്പിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് പൊതുപണിമുടക്ക്. കർഷക സംഘടനകളുടെ കൂട്ടായ്മയായ സംയുക്ത കിസാൻ മോർച്ചയും കർഷക തൊഴിലാളി സംഘടനകളും പൊതുപണിമുടക്കിന് പിന്തുണ പ്രഖ്യാപിച്ചിട്ടുണ്ട്. CPIM, CPI, ഫോർവേഡ് ബ്ലോക്ക്, RSP തുടങ്ങിയ ഇടതു പാർട്ടികളും RJDയും പൊതുപണിമുടക്ക് വിജയിപ്പിക്കാൻ ആഹ്വാനം ചെയ്തിട്ടുണ്ട്. തൊഴിലവകാശങ്ങൾക്ക് ഒപ്പം തന്നെ ജനാധിപത്യ അവകാശങ്ങളും ഉയർത്തിയാണ് പൊതുപണിമുടക്കെന്നും കോൺഗ്രസ് സർക്കാരുകൾ സ്വീകരിക്കുന്ന തൊഴിലാളി വിരുദ്ധ സമീപനങ്ങൾ ഇന്ത്യ സഖ്യത്തിനുള്ളിൽ ചർച്ച ചെയ്യുമെന്നും CPIM ജനറൽ സെക്രട്ടറി MA ബേബി 24നോട് പറഞ്ഞു. INTUCക്ക് സ്വാധീനിക്കാൻ കഴിയുന്ന കോൺഗ്രസിൻ്റെ ചില സംസ്ഥാന ഗവൺമെൻറ്റുകൾ വേണ്ടത്ര ശക്തമായി ഈ തൊഴിലാളികളുടെയും കൃഷിക്കാരുടെയും ആവശ്യങ്ങൾ ഉൾക്കൊള്ളുകയോ അതിനനുസരിച്ചുള്ള നയങ്ങൾ ആ സംസ്ഥാനങ്ങൾ നടപ്പാക്കുകയോ ചെയ്യാത്തതിനെക്കുറിച്ചുള്ള പരാതികൾ ഇന്ത്യ ബ്ലോക്കിനുള്ളിലും ഒക്കെ ചർച്ച ചെയ്ത് പരിഹരിക്കാൻ പറ്റുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. 25 കോടിയിലധികം തൊഴിലാളികൾ പൊതുപണിമുടക്കിന്റെ ഭാഗമാകുമെന്ന് ട്രേഡ് യൂണിയനുകൾ അവകാശപ്പെട്ടു. രാജ്യത്തുടനീളമുള്ള കർഷകരും ഗ്രാമീണ തൊഴിലാളികളും പ്രതിഷേധത്തിൽ പങ്കെടുക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. പൊതുപണിമുടക്ക് ബാങ്കിംഗ്, ഇൻഷുറൻസ്, കൽക്കരി ഖനനം, പൊതുഗതാഗതം എന്നിവയെ ബാധിക്കും. ഡൽഹി അടക്കമുള്ള ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ വ്യാവസായിക മേഖലയെയാകും പൊതുപണിമുടക്ക് ബാധിക്കുക. അതേസമയം പൊതുപണിമുടക്കിനെ തള്ളിക്കളയണമെന്ന് BMS ആഹ്വാനം ചെയ്തു. ബൽറാം നെടുങ്ങാടി, 24, ഡൽഹി.